എന്താണത്? നിങ്ങൾ പുതിയ ജോലി വല്ലതും തുടങ്ങിയിട്ടുണ്ടോ? അതെ സാറേ, ഇതൊരു അടിപൊളി സംരംഭമാണ്. ആർക്ക് വേണമെങ്കിലും അവരുടെ കുട്ടികളെ ഞങ്ങളടുത്ത് നിർത്തിയിട്ട് പോകാം. ഞങ്ങൾ ആ കുട്ടികളെ പൊന്നുപോലെ നോക്കിക്കോളും. ഓക്കേ മോട്ടു, ഓൾ ദ ബെസ്റ്റ്. കുട്ടികളുടെ ഒപ്പം കളിക്കുകയും ചെയ്യാം, ഞങ്ങൾക്ക് പൈസ കിട്ടുകയും ചെയ്യും. ചിങ്കം സാറേ, നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഈ തേങ്ങ ഉടച്ച് ഇതൊന്ന് തുടങ്ങി വെച്ചൂടെ? എന്റെ അമ്മോ! ചിങ്കം സാറേ, തേങ്ങ പൊട്ടിയില്ല. ഒരു പ്രാവശ്യം കൂടി എറിഞ്ഞ് നോക്ക്. ഞാൻ ഈ ബോർഡ് എടുത്ത് അവിടെ തന്നെ വെച്ചോളാം. തൽക്കാലം ബോർഡ് താഴെ തന്നെ ഇരിക്കട്ടെ. ഞാൻ പോയതിനു ശേഷം മുകളിലേക്ക് കയറ്റാ മതി. ഒരു തവണ കൂടി ബോർഡ് എന്റെ തലയ്ക്ക് വീഴുന്നത് എനിക്ക് താല്പര്യമില്ല. എന്റെ അമ്മോ! എന്റെ അമ്മോ! ഈ മോട്ടു പത്ലുവിനെ കണ്ടാൽ തന്നെ എനിക്ക് ആപത്താണ്. ഞാൻ ഇപ്പൊ തന്നെ സ്ഥലം വിടട്ടെ. എന്റെ അമ്മോ! ഇപ്പൊ എന്താ സംഭവിച്ചത്? ഓടിക്കോ. നല്ല മോനല്ലേ? ആരാ? പറഞ്ഞോളൂ. നിങ്ങൾ ഒരു ദിവസത്തേക്ക് എന്റെ ഈ കുഞ്ഞിനെ നോക്കിക്കോളൂ. നിങ്ങൾ എത്ര പൈസ ചോദിച്ചാലും ഞാൻ തരാം. അതെ, തീർച്ചയായും ഞങ്ങള് കുട്ടിയെ നോക്കിക്കോളാം. പക്ഷെ നിങ്ങൾക്ക് ഈ കുട്ടിയെ നോക്കിക്കൂടെ? എന്റെ പിന്നാലെ അന്യഗ്രഹ ജീവികളുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഒരുപാട് ജോലികളുണ്ടെന്നാ. നാളേക്ക് മുമ്പ് എനിക്ക് അതെല്ലാം തീർക്കണം. ഓക്കെ, തീർച്ചയായും ഞാൻ നാളെ വരാം. ബൈ. ഒന്ന് നിക്കന്റെ ചേച്ചി, ഇവന്റെ പേരെന്താന്ന് പറ. ഹലോ. അവള് പോയല്ലോ. ഭയങ്കര ധൃതിയാണെന്ന് തോന്നുന്നു. ഇന്ന കുഞ്ഞേ, കുടിച്ചോളൂ. ഒരിക്കൽ കൂടെ പാല് കൊടുക്കാം, പക്ഷെ ബോട്ടിൽ മാത്രം ഇനി ഇവന്റെ കൈ കൊടുക്കരുത്. എന്താ, ശരിയല്ലേ? പത്ലു, കുഞ്ഞെവിടെ? നീ എങ്ങനെ മേലേക്ക് കേറിയേ? ഇത് പറക്കുന്നല്ലോ. നിക്കടാ, അവിടെ നിക്കടാ എന്റെ ചക്കരേ, മുത്തേ, തേനേ. ഇപ്രായത്തിൽ ഞങ്ങളായിട്ട് ഇങ്ങനെ വട്ടം ചുറ്റിക്കല്ലേടാ. നിക്ക് മോനെ. ഇത് മനുഷ്യന്റെ കുട്ടിയല്ലാന്നാ തോന്നുന്നേ. ആ ചേച്ചി പറയുന്നുണ്ടായിരുന്നു അവരുടെ പിന്നാലെ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന്. ഇത് ഏലിയനാണ്. ഇതിപ്പോ നമ്മുടെ പുറകിൽ കൂടിയിരിക്കുകയാണ്.
മോട്ടു പത്രു, നിങ്ങൾക്ക് ഇത്രയും ധൈര്യമോ? എന്റെ നെഞ്ചത്ത് കയറിയിട്ടാണോടാ കളിക്കുന്നേ? എന്റെ കാര്യം പോക്കാം. എല്ലാം ഞാൻ ശരിയാക്കാം. ഇനി നിന്റെ കാര്യം നോക്കട്ടെ. ഇനി നിങ്ങളെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിയില്ല. എന്റെ ചുമരും തട്ടി തകർത്തോണ്ടാണ് നിങ്ങളുടെ പോക്ക്. ഏയ്, അല്ല കുഞ്ഞെ, ഞങ്ങൾ എന്തിനാ ഇങ്ങനെ തല്ലുകൊള്ളിക്കുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് നിന്നോട്? ചുമര് ശരി തന്നെയാണല്ലോ. പിന്നെ ഈ മോറ്റും പത്തിനും എങ്ങനെ വരാനാ? ഞാൻ എന്താ സ്വപ്നം കാണുകയായിരുന്നോ? എന്തായാലും നല്ല ഉഷാറായിരുന്നു. രണ്ടാളെയും ശരിയാക്കി കൊടുത്തു. വരൂ പത്രു, നമുക്ക് പോയി നല്ല ചൂടുള്ള സമൂസകൾ കഴിക്കാം. നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ അടങ്ങി കിടക്കണം കേട്ടോ. രാത്രിയിലത്തെ പോലെ അലമ്പൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഏയ്, ഇതെന്താ ഈ കാണിക്കുന്നത് നിങ്ങൾ? ഞാനെന്താ സ്വപ്നം കാണുകയാണോ? സ്വപ്നം കാണുകയാണോ ഞാൻ? അതെ, ഞാൻ സ്വപ്നം തന്നെയാ കാണുന്നത്. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. എന്റെ കുഞ്ഞെ, നീ ഞങ്ങളിട്ട് ഒരുപാട് വലിക്കുന്നല്ലോ. പ്ലീസ്, നിന്റെ അമ്മ തിരിച്ചു വരുന്നത് വരെയെങ്കിലും നിനക്ക് വികൃതി കളിക്കാതെ ഇരുന്നൂടെ? പറ. എന്റെ അമ്മോ, ഞാൻ ആ ജോണിനെ ചെയ്തത് എനിക്ക് വയ്യാതെയായി. എവിടെ അവൻ? മോട്ടു പത്ലു. അവനെ പിടിക്കുന്നതിൽ നിങ്ങൾ എക്സ്പേർട്ട് ആണല്ലോ. എന്റെ ബൈക്ക് എടുത്തോണ്ട് പോകൂ, എന്നിട്ട് അവനെ വേഗം പിടിക്കൂ. ചിങ്കം സാറേ, ഞങ്ങൾ ഈ കുട്ടിയെ നോക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. Why fear when Chingam is here? Go, go, go in the name of law. വേഗം പോയിക്കോളൂ, നിയമമാണ് സത്യം. പോകൂ. എന്റെ അമ്മോ, ഈ കൊച്ചു എന്തൊക്കെയാ പറയുന്നത്? വേണ്ട, എന്നെ താഴേക്ക് ഇറക്ക്. വേഗം സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. സ്റ്റോപ്പ്, ഹെൽപ്പ്, സഹായിക്കണേ. വേണ്ട, എനിക്ക് വേദനിക്കുന്നു. സ്റ്റോപ്പ്, നിൽക്കാനല്ലേ പറഞ്ഞത്? എനിക്ക് നിൽക്ക കൊച്ചേ. മമ്മി, ഇവൻ നിങ്ങളെ
വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നോ? ഇല്ലില്ല, ഇവൻ നല്ല ചുണക്കുട്ടനല്ലേ. ഇവൻ ചിങ്കം സാറിന്റെ ഹൃദയം വരെ കീഴടക്കി കളഞ്ഞില്ലേ, അല്ലേ ചിങ്കം സാറേ? എന്റെ അമ്മോ, ഇത്രയും സ്നേഹമുള്ള കൊച്ചിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല 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 ഇല്ല, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ശരി, സന്തോഷം. കുറച്ചു ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല. അത്രയും ദിവസം എന്റെ മകനെ നിങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊള്ളണം കേട്ടോ. എന്റെ അമ്മോ, ഒരിക്കലും ഇല്ല. ഓടിക്കോ.